ज्ञानिनामपि चेदांसि देवी भगवती हि सा बलादाकृष्य मोहाय മഹാമായ പ്രയച്ഛതി. പ്രപഞ്ചത്തിലെ പരമശക്തിയായ ദേവി തന്നെയാണ് മഹാമായ. ജ്ഞാനികളുടെ മനസ്സിനെ പോലും ആകർഷിച്ച് മോഹത്തിൻ്റെ നൂലിഴകളിൽ ബന്ധിപ്പിക്കുന്നു. അവളുടെ ലീലയിൽ ജീവാത്മാക്കൾ എല്ലാം ഉൾപ്പെടുന്നു. ഈ പ്രപഞ്ചം തന്നെ അവളുടെ ലീലയാണ്. എങ്കിലും ഈ മോഹം എല്ലായ്പ്പോഴും ബന്ധന മാത്രമല്ലെന്ന് ബോധ്യപ്പെടണം. സൃഷ്ടി സ്ഥിതി ഉൾപ്പെടുന്ന ലീലകൾ തുടർന്നുകൊണ്ടിരിക്കാനായി ദൈവിക ഇച്ഛയായി പ്രവർത്തിക്കുന്ന മറയാണിത്. മായ എന്നാൽ അജ്ഞത മാത്രമല്ല, അവൾ സകല സ്വരൂപങ്ങളിലേക്കും ബ്രഹ്മനെ വികസിപ്പിക്കുന്ന സൃഷ്ടിശക്തിയാണ്. സാക്ഷാത്കാരത്തിന്റെ ഉച്ചത്തിൽ നിൽക്കുന്നവർ പോലും ലോകനാടകത്തിൽ കഥാപാത്രങ്ങളായി വേഷമിടുന്നു. അവൾ അഭൗമമായ പ്രപഞ്ച ശക്തിയാണ്. ജ്ഞാനം മാത്രം മായയെ ഇല്ലാതാക്കുന്നില്ല. സത്യം അറിഞ്ഞവരും അനുഭവിച്ചവരും ആയ ജ്ഞാനികൾ പോലും അവളുടെ ലീലയിൽ പങ്കാളികളായി തുടരുന്നു. കാരണം മായയെ ജയിക്കാനുള്ള ഒരു വസ്തുവായി കാണുന്നിടത്താണ് അഹങ്കാരത്തിന്റെ സൂക്ഷ്മ ബന്ധനം ആരംഭിക്കുന്നത്. അഭൗമിക തലത്തിൽ മായയെ അതിജീവിക്കാൻ മനുഷ്യ ശ്രമങ്ങൾക്ക് സാധ്യമല്ല. ജ്ഞാനം, തപസ്, ബുദ്ധി ഇവയൊന്നും അവളെ കീഴടക്കാനുള്ള ആയുധങ്ങളല്ല. അവൾ ബ്രഹ്മന്റെ തന്നെ ചലനാത്മക ശക്തിയാണ്. മായയെക്കുറിച്ചുള്ള ഈ പരമബോധം മോക്ഷപഥത്തിൽ സഞ്ചരിക്കുന്ന സാധകനിൽ ആത്മീയ വിനയം ജനിപ്പിക്കുന്നു. ഞാൻ അറിഞ്ഞു എന്ന അവകാശവാദം മങ്ങുകയും പരമാത്മ ചൈതന്യമായി അവൾ എല്ലാം എന്നെ അറിയിക്കുന്നു എന്ന ബോധം തെളിയുകയും ചെയ്യുന്നു. മോക്ഷമെന്നാൽ ഞാൻ ബ്രഹ്മമാണ് എന്ന ബൗദ്ധിക പ്രഖ്യാപനം മാത്രം അല്ല, ആ അനുഭവത്തെ സ്വന്തമാക്കുന്ന അഹങ്കാരത്തിൽ നിന്ന് പൂർണ്ണമായി വിമുക്തമാകുന്നതാണ്. ഇവിടെ മോഹം ഒരു പാപം അല്ല, അത് ദൈവീകമായ ഒരു തിരശീലയാണ്. മഹാമായയുടെ യവനിക, ഒന്ന് പലതായി പ്രത്യക്ഷപ്പെടാൻ അനിവാര്യമായ ശക്തി. അതിനാലാണ് മോചിതരായവരും പഠിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്. മോഹം ഇവിടെ തടസ്സമല്ല, ലീലയുടെ ഉപകരണം മാത്രമാണ്. ശക്തിയില്ലാത്ത ബ്രഹ്മൻ നിർജീവൻ, ബ്രഹ്മനില്ലാത്ത ശക്തി ചിന്തിക്കാനാകാത്തത്. ഇതാണ് പ്രകാശ വിമർശ തത്വം. മഹാമായ നമ്മളെ ബന്ധിപ്പിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുന്നു. അവൾ ആവരണ ശക്തിയാൽ നമ്മളെ മറയ്ക്കുന്നു, അനുഗ്രഹ ശക്തിയാൽ നമുക്കെല്ലാം വെളിപ്പെടുത്തുന്നു. ബന്ധനവും മോക്ഷവും ആ പരാശക്തിയുടെ കൃപയുടെ രണ്ട് മുഖങ്ങളാണ്. അതുകൊണ്ട് ആത്മീയതയിൽ മേന്മയുടെ ഭ്രമം വളർത്തരുത്. ബൗദ്ധിക വ്യക്തത അന്തിമ സ്വാതന്ത്ര്യമായി തെറ്റിദ്ധരിക്കരുത്. ഭക്തി വളർത്തുക, വിനയം ഉറപ്പിക്കുക, സമർപ്പണം ജീവശ്വാസമാക്കുക. ഇതിലാണ് തത്വം ഒളിഞ്ഞിരിക്കുന്നത്. ശരണാഗതിയാണ് പൂർണ്ണ സമർപ്പണം. അത് ജ്ഞാനത്തെക്കാളും ശ്രേഷ്ഠമാകുന്നു. പരാശക്തി സ്വയം മറനീക്കുമ്പോഴാണ് അതീന്ദ്രിയത സംഭവിക്കൂ. പരമസാക്ഷാത്കാരം ഞാൻ മായയെ ജയിച്ചു എന്ന അഹങ്കാര ഘോഷമല്ല. അമ്മേ, നിന്റെ ഇച്ഛയുണ്ടെങ്കിൽ എന്നെ സംസാര ചക്രത്തിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന ആർദ്രപ്രദമായ പ്രാർത്ഥനയാണ്. അത് സംഭവിക്കുന്നത് കൃപയിലൂടെ മാത്രമാകുന്നു. പൂർണ്ണമായ ശരണാഗതിയുടെ ഫലമായി സംഭവിക്കുന്നതാണ് അത്. ജയ് ചണ്ഡി, ജയ് മഹാമായി.